വാ 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 അടിപൊളി നല്ല സ്വയംഭൻ മാവ് നോക്കിയടാ മുതലല്ല മാവ് ശരിക്ക് ഈ മാവിനെ അതുപോലെ കൊണ്ടുനടക്കണം എന്നാണ് പറയണേ പിന്നുപോലെ കൊണ്ടുനടക്കണമെന്ന് കൊമ്പ് മുറിക്കാൻ ഇതിനൊന്നും താല്പര്യമില്ല പക്ഷേ നിർത്തിയിടണം അപ്പുറത്ത് ഓഡിറ്റോറിയമാണ് അപ്പോൾ അതിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ അതിലേക്കാണ് ഇപ്പോൾ ആ കൊമ്പ് നിൽക്കണേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്കത് മുറിച്ച് മാറ്റി കൊടുക്കണം ഇത് നമ്മളിപ്പോൾ നിൽക്കണത് നമ്മളുടെ ഒരു നമ്മളെ നാട്ടിൽ തന്നെ അടുത്ത് തന്നെ ഈ സിനിമ സീരിയലൊക്കെ താരമുണ്ട് രാജീവ് പരമേശ്വർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ അറിയായിരിക്കും ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും മെയിനായിട്ട് സീരിയലിലാണ് കൂടുതലും സീരിയലിലാണ് സിനിമയിലും ഇതിലൊക്കെ ആയിട്ടുണ്ട് നമ്മളെ പാപ്പിയപ്പച്ച പടത്തിലാണ് മെയിനായിട്ട് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇതിലൊരു ക്യാരക്ടർ ഉള്ളത് അല്ലേ ഈ വില്ലൻ റോളിലുള്ളത് അപ്പോൾ അതാണ് അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഈ കാണുന്ന കൊമ്പുകളാണ് നമുക്ക് അടിക്കാനുള്ളത് നേരെ മോളിൽ നിന്ന് നേരെ അടിയിലേക്ക് ഇറങ്ങി വന്നേക്കണം അപ്പം അതിൻ്റെ ചോട്ടിൽ 2 കമ്പിയുണ്ട് അത് വരുന്നുണ്ട് നമ്മളാൾ അതെ കഴിയുമ്പോൾ പറയാലോ ആ ആ എന്തിൻ്റെ വർക്ക് ഇല്ല അവനാണ് നമ്മളിത് ചെയ്യണത് സാധനങ്ങൾ മാറ്റാൻ പണിക്കാരില്ലേ ആ പണിക്കാർ സ്വന്തം പണികളാണ് അങ്ങനെയല്ല ഇതിപ്പോ സാധനങ്ങൾ ഡ്രസ്സ് ഇതൊക്കെ മാറ്റിക്കുന്നത് ആ ആ അവരെവിടെയാണ് അപ്പോൾ വീട്ടുകാർ അവരിവിടെ ഇല്ല അവരിപ്പോ കൊടുക്കലൂല മാവിന് തറയും കെട്ടിട്ട് നിർത്താച്ചത് ഞാനപ്പോ തറ കിട്ടണ്ട നല്ല നല്ല മാവ് ഒന്നും ഇല്ല ഇങ്ങനെ കാണാനില്ല അതുകൊണ്ടാണ് ഇത് നമ്മളെ കൊണ്ട് എന്തായാലും ഇതിപ്പോ എത്ര കിട്ടിയാലും ഒരാഴ്ച തൊട്ട് കിട്ടുന്ന പൈസ തീരും പിന്നെ ഒരു മാവ് ഉണ്ടാക്കാൻ ഇല്ലില്ല പറ്റില്ല പറ്റില്ല അത് ഉറപ്പാണല്ലോ അല്ല ശരിക്കും ഇത് ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു ഈ സ്ഥലമൊക്കെ ഇതിന് വേണ്ടിട്ടാണ് ഈ സ്ഥലം മേടിച്ചിട്ട് ഈ മാവിന് വേണ്ടിട്ട് ഏത് ഇവിടം വരെ ഉണ്ടായില്ലല്ലേ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത് വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇതും കൂടി ഞങ്ങൾക്ക് താന്നുണ്ട് തറവാട്ടില് ഈ മാവിന് വേണ്ടി മേടിച്ച അതുകൊണ്ട് ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടംപോലെ മാങ്ങേണ്ടാവും മറ്റേ ചെറിയ ചെറിയ മാങ്ങല്ലേ എന്തോരാന്നറിയോ കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് അല്ല അവിടെ നിന്ന് കിട്ടുമല്ലോ അപ്പുറത്ത് കിട്ടും ഇപ്പൊ അതല്ല അവരുടെ പ്രശ്നം ഇപ്പൊ അവിടെ ഒരു വലിയൊരു വർക്ക് വരുന്നുണ്ട് ഇപ്പൊ അതില് ഇല്ല പിന്നെ കേസിയുടെ അതും പ്രശ്നം ഒരു കൊമ്പ് നാളിടിഞ്ഞു പോണത് ഈ കിടക്കണില്ലേ ഭാഗ്യത്തിന് അതുമ്മലും ടച്ച് ചെയ്തില്ല ഒന്നുമ്മലും ടച്ച് ഇല്ല കറക്റ്റ് ഇവിടെ വന്ന് വീണു നിറച്ച് വാങ്ങിയായിരുന്നു വെയിറ്റ് താങ്ങാണ്ട് പോയി അതാണ് അപ്പറഞ്ഞ മുതലല്ലേ പോലെ 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 ഒന്നുമില്ല കുറച്ച് എടുക്കലാവൂല കയറുന്നുണ്ടാ ബാക്കിയൊക്കെ മുറിച്ച് കളയാൻ പറഞ്ഞിട്ടുള്ള വെള്ളമാണ് എവിടെ ചെന്നാലും നിർത്തണില്ല കൊമ്പറക്കാന്നും പറഞ്ഞ് വിളിക്കും കടോടുകൂടി മുറിപ്പിക്കും ഇപ്പോഴത്തെ അവസ്ഥ മുറിച്ച് 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 മറ്റേ നമ്മൾ കൊച്ചിനീഫ അല്ല ആരിന് കൊച്ചിനീഫ ട്രൗസർ ട്രൗസർ അടിക്കാൻ പറഞ്ഞ കഥ മാതിരി കൊമ്പറക്കാൻ പറയാ മുറിച്ച് മുറിച്ച് വരുമ്പോൾ എത്രയാകും മറ്റേ ഇത്രയുള്ള ട്രൗസർ പറഞ്ഞ വലിച്ചാ അതേമാതിരി മുറിക്കാൻ പോയിട്ട് ഇപ്പോൾ എവിടെ മുറിച്ച് തുടങ്ങും ഇറങ്ങി കഴിയുമ്പോൾ പറയാം എന്നാൽ അത് മുഴുവൻ മുറിക്കുന്നു എന്താ പേടിച്ചിട്ടാണ് ഈ കൊമ്പ് ഒരു കൊമ്പ് നമ്മളിത് ഇതാണ് പ്രശ്നം കണ്ടില്ലേ ലൈൻ കിടക്കുന്നുണ്ട് അവരെ തടസ്സമുണ്ട് മെയിനായിട്ട് പിന്നെ ഈ ലൈൻ കിടക്കുന്നതുകൊണ്ട് എങ്ങാനും ആ കൊമ്പ് പൊട്ടി വീണാൽ അതാണ് പ്രശ്നം അപ്പോൾ സാറ് പറഞ്ഞ മാതിരി തന്നെ ഏതാണ്ട് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടാവും അതിൻ്റെ വെയിറ്റ് താങ്ങാണ്ട് പിന്നെ മുമ്പ് ഒരു കൊമ്പും കൂടെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു ഇത് ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന മതിൽ ലൈൻ മെയിനായിട്ട് ലൈന് ചിലപ്പോൾ പോസ്റ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല അതിന് സ്റ്റേ നിൽക്കണത് അങ്ങനെയാണ് ഒടിയാൻ സാധ്യതയാണ് അത് വീണാൽ ഉറപ്പായിട്ടും ആ പോസ്റ്റ് ഒടിയും അതിൻ്റെ നിപ്പം അങ്ങനെയാണ് ഇത് അതേപോലെ തന്നെ ഈ മതിൽ ഇതിനൊക്കെ ബാധകമാക്കും പിന്നെ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിടിച്ചോ നോക്കാം
എടുത്തു. തീരെപ്പെടുത്തില്ല വഴുക്കല്, ഭയങ്കര വഴുക്കല്. അപ്പൊ അവിടെ നിന്ന് അടിക്ക് ഇറങ്ങിപ്പോണല്ലേ. നോക്കിയേ, ലൂസ് കുറേശ്ശെ ലൂസിട്ടെ. ഇതാണ് ഒരുപാട് ആളുടെ വേറൊരു സംശയമാണ്. മിക്ക വീഡിയോകളിലും പറയലുണ്ട്, ഇതിപ്പോൾ നമ്മൾ വട്ടം കിടക്കുന്ന നമ്മൾ ഇങ്ങനെ പോവാം, അത്യാവശ്യം നല്ല രീതിയിൽ വട്ടം കിടക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ കൊമ്പൊക്കെ കിട്ടിയാൽ പിന്നെ പറയാൻ വേണ്ട, സുഖമായിട്ട് പോകാമല്ലോ. അതായത് ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ സേഫ്റ്റി ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇവിടം വരെ മുറിക്കാനുള്ളൂ അല്ലേ, നമുക്ക് ഇവിടം വരെ ഉള്ളൂ കേട്ടോ മുറിക്കാൻ, ബാക്കി അവിടെ നിർത്താനുള്ളതാണ്. ഒരു കയറുണ്ടേ, ആ വന്ന് താഴത്തെത്തിയാൽ അതിലേ പോയിട്ട് അവിടെ ഒന്നും ഇല്ലല്ലോ, കാലിയല്ലേ അവിടെ? ഇവിടെ കാലിയാണ്, ഇവിടെ തടസ്സമൊന്നുമില്ല, അത് കാരണം സമാധാനമാണ്. അധികം നീങ്ങൂല, വേണ്ട, അത് വിട്ടാൽ മതി. പോസ്റ്റല്ലേ ഇവിടെ.
കുഴപ്പമില്ലല്ലോ, ഒറ്റപ്പുറം കൊടുത്താൽ മതിയല്ലേ? ആട്ടം നോക്കേ, അപ്പുറത്തേക്ക് വരുത്തിട്ടാ. ആ ഏയ് എന്ത് ചെയ്യും, വിട്ടാവും ഇരിക്കുമോ? ഏയ് വേണ്ടാന്ന് പറഞ്ഞ, നിങ്ങൾ എടുത്തോട്ടേന്ന് പറഞ്ഞ. ആരെങ്കിലേ കല്യാണക്കാർക്ക് വിറക് വേണമല്ലോ. ആ കൊമ്പിനെ പിടിച്ചാലോ, അതിലേ താങ്ങൂലേ? എടുത്താൽ മതിയാ, ഇതിന്ന് കളയാലോ. ആ അങ്ങോട്ടും ഉണ്ടോ വേറെ? ഇപ്പോൾ കൊള്ളൂല്ല, തിരിഞ്ഞോളേ കേട്ടോ, ഒറ്റപ്പുറം വെച്ചാൽ മതിയല്ലേ? കയറ് വിടാൻ പാകത്തിന് പിടി. ഇമ്മലൊന്നും ആട്ടി കളിക്കാൻ പറ്റൂലേ, മൊത്തം ഒടിഞ്ഞു പോരൂലേ. ലോഡ് അങ്ങോട്ട് വന്നിട്ട് അപ്പം വിട്ടാളെ. ഒറ്റപ്പുറം വെച്ചാൽ മതിയല്ലോ, ഒരു കഷ്ണം ഒരു മുട്ടിയാവുന്ന മതിയല്ലേ? ആ വിട്ടോ, കയറ് വിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഈ കൊമ്പേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതുള്ളൂ പരിപാടി. ഇപ്പോൾ ഈ പറയുന്ന കുറേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമുക്ക്. ഈ വട്ടം കിടക്കുന്ന തമ്മിലൊക്കെ പോകാനായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണത്തിനേക്കാൾ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ പറയുമ്പോൾ വഴുക്കൽ ഇതിൻ്റെ പുറം സൈഡിലായിരിക്കും നല്ല വഴുക്കലുണ്ടാവുക. നമുക്ക് സാധാരണ രീതിയിൽ കയറുമ്പോൾ കാലൂര് നിലക്കും പിടിക്കില്ല. ഇതാകുമ്പോൾ കറക്റ്റ് മുള്ളു കുത്തിയും ആയിട്ട് നമുക്ക് സ്ലിപ്പ് ആവണേയും പേടിക്കണ്ട, എന്തുമേലും പോകാൻ പറ്റും. സാധാരണ പോണതിനേക്കാൾ സ്പീഡുമാണ് സേഫ്റ്റിയാണ്, രണ്ട് കാര്യമുണ്ട്. ഈ കുറേ ആളുകളുടെ എന്താ പറയുക ഒരു സംശയം പേടിയും കൂടെയാണ് ഇതിങ്ങനെയുള്ള കൊമ്പുമ്പോൾ കയറാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ പേരിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ സേഫ്റ്റി ഉപയോഗിക്കാനാണ് ഭയങ്കര ടെൻഷൻ. സേഫ്റ്റി ഇല്ലാതെ കയറാൻ വെറുതെ ഒരു കയറ് എറിഞ്ഞിട്ട് റമ്മ പിടിച്ച് കയറാൻ ഒരു പേടിയാണ്. എന്താ ചെയ്യുക, അതിനൊരു മാറ്റം വരുത്തണം. കൊമ്പിറക്കുമ്പോഴുള്ള നമ്മളുടെ
കണ്ടില്ലേ ഇതുമാതിരി കയറുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം അവിടെ കെട്ടിയേക്കണം. ഇപ്പം കഴിച്ചോ. അതങ്ങോട്ട് സെറ്റായില്ലേ. കറണ്ട് ചാർജ് ചെയ്തോട്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പുതിയ ഇറക്കാറ് കേട്ടോ. എന്ത് സുഖമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അടിപൊളി. മറ്റേ നമ്മളെ ഗ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സുഖമായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പം എന്താണ് വർക്ക് അവിടെ തമിഴിലാ? എന്തുടനെ സീരിയൽ തന്നെ തമിഴിലുണ്ട്. ഏതാണ് പേരെന്താണ് സീരിയലിന്റെ? സന്ധ്യാരാഗ്. സീതമിഴ്. വില്ലേജ് വുഡ് പെക്കർ. ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക്. അറിയില്ല, നോക്കിയിട്ടില്ല. നോക്കാം. ഏതാണ്? ഞാൻ രാജീവ് പരമേശ്വരൻ. അതന്നെ അതാണ് നമ്മളതിന്റെ ഈ ഇത് തന്നെ നമ്മളിപ്പോ ഇത് നമ്മളപ്പോ ഇതിന്റെ ടൂൾസുകളും ഇതൊക്കെ ആയിട്ട് അതിന്റെ ഒരു ഓപ്പൺ അതിന്റെ പുറകിൽ കുറേ കൂടെ സേഫ്റ്റി ആവും നമ്മളെ പണിയില്. സാധാരണ രീതിയില് ഈസിയാണ്, സേഫ്റ്റിയാണ്, മെയിൻ ആയിട്ട് സേഫ്റ്റിയാണ്. പിന്നെ അപ്പൊ പോട്ടെ, അടുത്തവരുണ്ടാവുമ്പോ കറക്റ്റാ പോയിട്ട്. ശരി.